രാഷ്ട്രീയ പാർട്ടികളുടെ കമ്പനിവൽക്കരണം നടക്കുന്ന ഒരു കാലമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇവിടെ വന്നിട്ട് കൊള്ളയടിച്ചുകൊണ്ടുപോയത്. അതൊരു കമ്പനിയായിരുന്നു. അപ്പോൾ ഈ കമ്പനിവൽക്കരണം ഉണ്ട്. ഒരു മാനസിക വൈകല്യമാണ്. സ്റ്റേജിൽ എഴുതിയിട്ടില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നമാണ് നമ്മുടെ ഇതിൽ. ഒരു കോംപ്ലക്സ് ഉണ്ട്, സ്റ്റേജ് സിൻഡ്രോം. അതൊരു രോഗമാണ്. അതിപ്പം കാരണം അവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ അതെന്തോ ഒരു മഹാപരാധമായിട്ടൊരു വീഴ്ചയായിട്ട് പോരായ്മയായിട്ട് കാണുന്ന ഒരു മനോഭാവം. നമസ്കാരം. അഴിമൂത്തിലേക്ക് നമുക്ക് ഇലക്ഷൻ വിശേഷങ്ങളിലേക്ക് ഞാൻ ആദ്യം വരാം. സാർ സീനിയർ നേതാവെന്നുള്ള രീതിയിൽ ഇത്തവണത്തെ ഇലക്ഷൻ കേരളത്തിൻ്റെ സംബന്ധിച്ചിട്ട് വളരെ നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. വെച്ചാൽ തുടർഭരണം കഴിഞ്ഞ് മൂന്നാമതൊരു വരും എന്ന് പറയുന്ന ഘട്ടം ഉണ്ടാകുന്നു. കേരളത്തിൻ്റെ മൊത്തം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നു. BJP വേറെ തരത്തിലേക്ക് ശക്തി പ്രാപിച്ചു വരുന്നു. എങ്ങനെയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാവുന്നത് രാഷ്ട്രീയത്തിൽ? ഈ തെരഞ്ഞെടുപ്പ് പിന്നെ കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ഒരു മാറ്റം വരുത്താൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പ്. ഈ രണ്ട് മുന്നണികളാണല്ലോ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. അത് 60-ൽ തുടങ്ങിയതാണ് മുക്കൂട്ട് മുന്നണി, LDF, UDF. അപ്പോൾ ഈ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP ഒക്കെ മത്സര രംഗത്തുണ്ടായിരുന്നുവെങ്കിലും ഈ പ്രധാന മത്സരം എന്ന് പറയുന്നത് LDF, UDF തമ്മിലാണ്. അത് തുടക്കം മുതൽ അവസാനം വരെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു വിശദീകരണം. അങ്ങനെ തന്നെയാണ് അതിനെ നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ മാധ്യമങ്ങളും രാഷ്ട്രീയ പണ്ഡിതന്മാരുമെല്ലാം അവതരിപ്പിച്ചിരുന്നത് LDF, UDF പോരാട്ടം എന്ന നിലയിലാണ്. ഇത്തവണ അതിൽ നിന്ന് തുടക്കം മുതൽ തന്നെ മാറ്റം വന്നു കഴിഞ്ഞു. കേരളത്തിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്നൊക്കെയുള്ള അത്തരത്തിലുള്ളൊരു 10 വർഷത്തിൽ അധികാരത്തിലേക്ക് വരിക എന്നൊക്കെ തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയാണ് BJP മുന്നോട്ട് പോകുന്നത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളായിരിക്കും BJP കണക്കാക്കുന്നത്? വാസ്തവത്തിൽ ഈ സീറ്റുകളുടെ എണ്ണത്തെക്കുറിച്ച് ആരും പറയാറില്ല. പണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഞങ്ങൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ 110 സീറ്റ് കിട്ടുന്നൊക്കെ അന്ന് പറഞ്ഞു. അതുപോലെ പിന്നെ LDFൻ്റെ നേതാക്കന്മാരും അത് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാരും അതിനെക്കുറിച്ച് സീറ്റിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറയാറില്ല. കാരണം ഈ സർവേ റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് പല സംശയങ്ങളും ഉറപ്പുള്ള സീറ്റുകൾ നഷ്ടപ്പെടുന്നുള്ള ഭീതി ഇതൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണം ഒരു വിഷയമാക്കിയിട്ട് ഇപ്പം പറയാൻ പറ്റില്ല. ഈ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടുകൾ എല്ലാ സ്ഥലത്തെയും വിധിയിൽ നിർണായകമാകുന്നിരിക്കെ ന്യൂനപക്ഷമാണ് ഇവിടുത്തെ UDF അധികാരത്തിൽ വന്നാൽ അത് ന്യൂനപക്ഷത്തിൻ്റെ വിജയമാണ്, മുസ്ലിങ്ങളുടെ വിജയമാണെന്നുള്ള നറേഷൻ ഓൾറെഡി ഇവിടെ പ്രബലമാണ്. അത്തരം നറേറ്റീവുകളോടൊക്കെ എങ്ങനെയാണ് CPI പ്രതികരിക്കുന്നത്? അനാവശ്യമായിട്ടുള്ള ചില ആശങ്കകൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ആളുകളുടെ ശ്രമങ്ങളുണ്ട്. ന്യൂനപക്ഷത്തിൻ്റെ പിന്നെ ഒരു മേൽക്കൈ വരും എന്ന് പറഞ്ഞാൽ അതിലൊന്നും അർത്ഥമില്ല. ന്യൂനപക്ഷങ്ങൾ പിന്നെ എന്താ ഇവിടുത്തെ ജനങ്ങളല്ലേ അത്. ഞാനൊരു കാര്യം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും. ഈ വളരെ പിന്നെ ഈ മതപരമായിട്ടുള്ള ഭ്രാന്ത് ഇളക്കിയിട്ട് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഹീനമായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അത് ശരിയല്ലത്. ഇവിടെ കേരളത്തിൽ PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ചു. അത് ഉപേക്ഷിച്ചത് അവരുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ CPM-ഉം CPI-യും ആയിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെയൊക്കെ പേരിലാണ്. അത് ഉപേക്ഷിച്ച സമയത്ത് ഇവിടെ മുഖ്യമന്ത്രിയായി വന്നത് CH മുഹമ്മദ് കോയയാണ്. ആദ്യം അതിനെ സ്വാഗതം ചെയ്തത് O രാജഗോപാലാണ് ആ സമീപനത്തിൽ. പിന്നെ ഞങ്ങൾ അതിനെ മാരാർജി ഉണ്ടായിരുന്നു, KG-മാർ. CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി വരുന്ന ആ രാഷ്ട്രീയത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്തു. അദ്ദേഹം കുറച്ച് ദിവസമേ ഉണ്ടായിരുന്നു, പക്ഷേ ഏറ്റവും നല്ല ഭരണമായിരുന്നു. ഒരുതരം ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ട് വോട്ട് പിടിച്ച് അധികാര സ്ഥാനങ്ങൾ കൈക്കലാക്കാൻ വേണ്ടി നടക്കുന്ന അധികാരദാഹികളായിട്ടുള്ള ചില ആളുകളുടെ ചില ശ്രമങ്ങളാണ്. അതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ശ്രമം ഇവിടെ കുറച്ചു കാലമായിട്ട് നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു 10 വർഷത്തിനിടയിൽ കുറച്ച് കൂടുതലായിട്ട്. അപ്പം അത് എന്താ സൂചിപ്പിക്കുന്നത്? ശരിക്കും BJP അങ്ങനെയാണോ ഒരു സംവിധാനത്തേക്ക്, കേരളം പോലൊരു സംസ്ഥാനത്തേക്ക്, സെക്യുലർ ആയിട്ടുള്ളൊരു സംസ്ഥാനത്തേക്ക് വന്നു കയറേണ്ടത് അങ്ങനെയാണോ? അങ്ങനെയല്ല. അത് ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന ഒരു പിന്നെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു യുക്തിഹീനമായിട്ടുള്ള ചില പിന്നെ നിലപാടുകളാണ്. ഞാനതിനെ കാണുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഇവിടെ കേരളം എന്ന് പറയുന്നത് കേരളത്തിന് സവിശേഷമായിട്ടുള്ള ഒരു സംസ്കാരം, ഒരു സമീപന രീതി, ഒരു സാമൂഹ്യ
സാമൂഹ്യ ഘടന ഇതൊക്കെ ഉണ്ട് കേരളത്തിന്. കേരളം എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. വടക്കേന്ത്യയെ പോലെ ഇങ്ങനെ മതപരമായിട്ടുള്ള ചേരിതിരിവ് സൃഷ്ടിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും കസേര പിടിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളൊക്കെ അതൊക്കെ നീചമായിട്ടുള്ള ശ്രമങ്ങളാണ്. അതൊന്നും ഒരു തരത്തിലും നമ്മുടെ സമൂഹത്തിന് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല കേരളത്തിൻ്റേതായ പുരോഗതിക്ക് വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ കഴിഞ്ഞ 70 വർഷം ഭരിച്ച ഇടത് മുന്നണിയും പിന്നെ വലത് ഐക്യമുന്നണിയും വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. ഭരണം കിട്ടിയ കാലത്തൊക്കെ അവരുടെ പോക്കറ്റുകൾ നിറക്കുക, അഴിമതി നടത്തുക. അഴിമതിരഹിതമായിട്ടുള്ള ഒരു സംവിധാനം, അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണം നന്നായിട്ട് നടത്തിയത് CH മുഹമ്മദ് കോയയാണ്. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാമൂഹ്യ സംവിധാനം, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു സമ്പ്രദായങ്ങൾ, ഇതൊക്കെ നമുക്ക് കേരളത്തിൽ വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതിന് യാതൊരു സംശയവും. BJPക്ക് ജയസാധ്യത പറഞ്ഞിരുന്ന പല മണ്ഡലങ്ങളും, തൃപ്പൂണിത്തറ, കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ ശക്തമായി നിന്നിരുന്ന പല മണ്ഡലങ്ങൾ ഉൾപ്പെടെ 2020 മത്സരിപ്പിക്കുകയും അതിനെ തുടർന്ന് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരികയും ഡീലാരോപണങ്ങൾ ഉൾപ്പെടെ അതിനോട് ചേർത്ത് വെച്ച് വരികയൊക്കെ ചെയ്യുന്നത്. എങ്ങനെ CKP അതിനെ കാണുന്നത്? അത് ഈ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ രംഗത്ത് പിന്നെ അനുഭവ സമ്പത്ത് കേരളത്തെ സംബന്ധിച്ച് കുറഞ്ഞ പാർട്ടിയാണ് BJP. ദേശീയ രാഷ്ട്രീയത്തിൽ അത് വാജ്പേയി പിന്നെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തിരുന്നു. 97 മുതൽ 2003 വരെ ഏതാണ്ട് 10-22 പാർട്ടികൾ അന്ന് BJPയുടെ കൂടെ ഉണ്ടായിരുന്നു. അത് വാജ്പേയിയുടെ ഒരു പ്രഭാവം അങ്ങനെയാണ്. അദ്ദേഹത്തിന് ഇതിനെ ഇവിടുന്ന് നമ്മുടെ PC തോമസ് ആ മുന്നണിയിലുണ്ടായിരുന്നു, മന്ത്രിയായിരുന്നു. ജമ്മു കാശ്മീരിൽ ഫറൂഖ് അബ്ദുള്ള ഉണ്ടായിരുന്നു, ഒമർ അബ്ദുള്ള ഉണ്ടായിരുന്നു. ഫറൂഖ് അബ്ദുള്ള മന്ത്രിയായിരുന്നു. പിന്നെ ഒമർ അബ്ദുള്ള വന്നപ്പോഴും അവിടെ വാജ്പേയി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു അവർ. അപ്പോൾ ഈ ഏരിയ മൊത്തം കേരളം മുതൽ അങ്ങ് പിന്നെ ജമ്മു കാശ്മീർ വരെയുള്ള മേഖല, ബീഹാറിലെത്തുന്ന സമയത്ത് സമതാ പാർട്ടി മറ്റേ ജോർജ് ഫെർണാണ്ടസ്, ഇവിടെ പിന്നെ തമിഴ്നാട്ടിൽ ജയലളിത ഉണ്ടായിരുന്നു, കരുണാനിധി ഉണ്ടായിരുന്നു. അതിൻ്റെ ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെ കൂട്ടിയിണക്കുന്ന ഒരു അസാധാരണമായിട്ടുള്ള പിന്നെ ഒരു സാമർഥ്യം, ഒരു വൈഭവം, ഒരു പ്രതിഭാവിലാസം അത് വാജ്പേയിക്കുണ്ടായിരുന്നു. വാജ്പേയി അഡ്വാനിജി ആ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അന്നത്തെ ആ നിയന്ത്രണനിരക്ക് അതുണ്ടായിരുന്നു. അതുകൊണ്ട് അത് 5 വർഷം പൂർത്തിയാക്കിയില്ല ഭരണം. ആ മുന്നണി ഭരണം കേന്ദ്രത്തിൽ പൂർത്തിയാക്കിയില്ല. കേരളത്തെ സംബന്ധിച്ച് നമ്മൾ മുന്നണിയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഈ കക്ഷികളെ, ഘടക കക്ഷികളെ എങ്ങനെയാണ് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അനുഭവജ്ഞാനം കുറവുണ്ട്. ആ കുറവ് ചിലപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തും കണ്ടുവന്ന് വരാം. പക്ഷേ മുന്നണി വേണം എന്നുള്ളത് നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യം, അനിവാര്യമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു. കാരണം ആഴത്തിൽ 960 മുതൽ ജന്മം കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ കേരള ജനതയുടെ മനസ്സിൽ വളരെ ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുള്ള ഇടത്തും വലത്തും നിൽക്കുന്ന 2 പ്രബലമായ മുന്നണികളോട് ഏറ്റുമുട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അത് സാധിക്കില്ലത്. അപ്പോൾ മുന്നണി തന്നെ വേണം. ആ മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഒരുപാട് വിട്ടുവീഴ്ചകൾ വേണ്ടി വരും. അതിനും എനിക്ക് വാസ്തവത്തിൽ ഈ CHനെ കൂട്ടേണ്ടി വരും. CH തുടക്ക കാലഘട്ടത്തിൽ മുന്നണി രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞത്, അന്നും ഈ മുന്നണി രാഷ്ട്രീയത്തിൽ പ്രബലമായ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇവർക്കൊക്കെ കൊച്ചു പാർട്ടികളെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ആ പാർട്ടിക്കകത്തുണ്ടാകുന്ന പ്രവർത്തകന്മാരിലുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, മുന്നണി രാഷ്ട്രീയം വിജയിക്കണമെന്നുണ്ടെങ്കിൽ 2 പ്രധാനപ്പെട്ട ഗുണങ്ങൾ വേണം: സഹനശക്തിയും ദഹനശക്തിയും. വളരെ മനോഹരമായിട്ടാണ് അതൊക്കെ വളരെ കലാപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അറിവുണ്ടല്ലോ. അറിവ് മാത്രമല്ല, അദ്ദേഹം ഒരു നർമ്മവും മർമ്മത്തിൽ കൊള്ളുന്ന നർമ്മം പറയുന്ന ഒരു പ്രഭാഷകനാണ് ഈ CH. ചിലയാൾക്ക് നർമ്മം മാത്രമേ ഉണ്ടാവും, മർമ്മം ഉണ്ടാവും. ചിലയാൾക്ക് മർമ്മം മാത്രമേ ഉണ്ടാവും, നർമ്മം ഉണ്ടാവും. പക്ഷെ മർമ്മത്തിൽ കൊള്ളുന്ന നർമ്മം പറഞ്ഞ് നമ്മുടെ സാഹിത്യശാഖയെ പുഷ്ടിപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ് CH പറഞ്ഞത്, മുന്നണി രാഷ്ട്രീയം വിജയിക്കണമെന്നുണ്ടെങ്കിൽ സഹനശക്തിയും ദഹനശക്തിയും വേണമെന്നാണ്. ഞാൻ ഈ കാര്യം ഇപ്പം നമ്മുടെ മുന്നണി രാഷ്ട്രീയം നമ്മുടെ പ്രവർത്തകരോട് ഞാനത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഈ പാഠം ഉൾക്കൊള്ളണമെങ്കിൽ നമ്മുടെ മുന്നണിയെ കെട്ടുറപ്പോടുകൂടി കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ സാധിക്കും. അതിൽ വിട്ടുവീഴ്ച വേണ്ടി വരും. നമുക്ക് വേണ്ടപ്പെട്ട സീറ്റുകളൊക്കെ കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഈ ഒരു സത്വത്തെ ഈ ഒരു ഇതിനെ കൂടെ നിർത്താൻ വേണ്ടി അത് വേണ്ടി വരും. അപ്പോൾ പ്രവർത്തകന്മാർക്കും ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായിട്ടും. അവർക്ക് ഇപ്പോൾ ഞാൻ പറയാം, കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറഞ്ഞ സീറ്റ് CPM-ഉമായിട്ട് ഏറ്റുമുട്ടിയിട്ട് നിരവധി പ്രവർത്തകന്മാർ കൊല ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. അങ്ങനെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകന്മാർ പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. അതിൻ്റെ വേദന അവിടുത്തെ പ്രവർത്തകന്മാർക്കുണ്ട്. അവിടെ മത്സരിക്കാൻ പ്രാപ്തരായിട്ടുള്ള നല്ല നേതാക്കന്മാരും പ്രാദേശിക തലത്തിലുണ്ട്. അപ്പോൾ ഈ മുന്നണി എന്നുള്ള പൊതുവായിട്ടുള്ള ഒരു ലക്ഷ്യം അത് നേടാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു ബലിയാണത്.
യേശുക്രിസ്തുവിൻ്റെ ഒരു കാര്യം പറഞ്ഞ പോലെ നമ്മൾ ബലി കൊടുക്കുകയാണ്. മനസ്സിലായി? അങ്ങനെയാണ് നമ്മൾ അതിനെ ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്നത്. അതിൻ്റെ വേദന, അതിൻ്റെ വികാരം, അതിൻ്റെ വ്രണിത ഹൃദയങ്ങളുടെ ഒരു നിശബ്ദമായ നിലവിളി, അതൊക്കെ പാർട്ടിക്കകത്തുണ്ടാകും. അതൊരു പൊട്ടലും ചീറ്റിലാവോ? പൊട്ടലും ചീറ്റിലും ആവാതെ നോക്കണം. ഇതെങ്ങനെയാണല്ലോ ഈ അഗ്നിപർവ്വതത്തിനുള്ളിൽ ചെറുങ്ങനെ ഇതിങ്ങനെ ചൂട് പിടിച്ചിട്ട് അവസാനം ഇത് പൊട്ടിത്തെറിക്കലാണല്ലോ. പൊട്ടിത്തെറിക്കാതെ നോക്കണം. പൊട്ടിത്തെറിച്ചാൽ അത് പ്രശ്നമാകും. പാർട്ടികളിൽ അത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളിലും അസ്വസ്ഥതകൾ ഉണ്ടെന്നാണ് നമ്മളൊക്കെ അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ല, അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അത് സ്വാഭാവികമാണ്. അത് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിന്, അല്ലെങ്കിൽ വിജയം ഇല്ലെങ്കിൽ അധികാരം എന്നുള്ളൊരു സംഗതിയെ അത് ഒരു തടയാവില്ലേ അങ്ങനത്തെ ഒരു സംഗതി? ഇത് വളരെ സങ്കീർണമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെയൊന്നും പിന്നെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് വഴിപഴിച്ച് ഇത് കൈവിട്ടു പോകും. BJP എന്ന് പറയുന്നത് 50-ൽ തുടങ്ങിയ ഒരു രാഷ്ട്രീയ ഇതല്ലത്. 51 ഒക്ടോബർ മാസം 21-ാം തീയതി ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം ഉണ്ടാക്കി. അവിടെ നിന്ന് തുടങ്ങിയതാണ്. പിന്നീട് ഒരു അടിവെച്ച് എന്നതിന് അപ്പുറത്തേക്കുള്ള സ്പീഡിൽ രാഷ്ട്രീയത്തിലേക്ക് വിജയത്തിലേക്ക് വരുന്നത് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആണ്. അപ്പം ഞങ്ങൾ ജനസംഘത്തിൽ തുടങ്ങി. ജനതാ പാർട്ടിയിലായിരുന്നു ഞങ്ങളൊക്കെ. ഇവിടെ ഞാനൊക്കെ ജയിലിലായിരുന്നു. സമരം ചെയ്തിട്ട് ജയിലിൽ പോയതാണ്, വെറുതെ പോയതല്ല. അതൊന്നും ഇപ്പോഴും വരുന്നില്ല. ആളുകളുടെ മനസ്സിലേക്ക് അതൊന്നും വരുന്നേ ഇല്ല. ഒരു കോർപ്പറേറ്റ് പാർട്ടി ആയി എന്ന് തോന്നുന്നുണ്ടോ? കോർപ്പറേറ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ സ്വാധീനം എല്ലാ മേഖലയിലേക്കും വരുന്നുണ്ട്. അപ്പം അതിനകത്ത് വരുന്ന ഒരു വിഷയം മനുഷ്യൻ്റെ ഒരു ജൈവികമായ ബന്ധമുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഒരു ജൈവികം അതുണ്ടാവുമല്ലോ. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാവും, അതിന് സംശയമൊന്നുമില്ല. അതിൻ്റെ പ്രത്യാഘാതം രാഷ്ട്രീയ രംഗത്ത് ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. എല്ലാ കാലത്തും കോർപ്പറേറ്റ് കമ്പനികളിൽ പോലും തൊഴിലാളികൾ പക്ഷെ അവിടെ ഇപ്പം വിഷമം വരുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോർപ്പറേറ്റ് കമ്പനിയിൽ എങ്ങനെ ജീവനക്കാർ വരുന്നത്? ഒരു ടാഗ് ഉണ്ടാവും കഴുത്തിൽ, ഇതൊക്കെ കിട്ടി ഒരേ വെള്ളം കണ്ടില്ലേ? ഏതാണ്ട് ആ വഴിയിലാണ് പല പാർട്ടികളും സഞ്ചരിക്കുന്നത്. പല പാർട്ടികളെന്ന് പറയണോ? ഞാൻ പറഞ്ഞ കോർപ്പറേറ്റ് കമ്പനി തുറന്നു വിട്ടിട്ട് ഇങ്ങനെ ജീവനക്കാർ വരുന്നത് പോലെയാണ്. ടാഗെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ അങ്ങനെയാണ്. അത് മനുഷ്യൻ്റെ നൈസർഗികമായിട്ടുള്ള ബുദ്ധി, നൈസർഗികമായിട്ട് മനുഷ്യൻ്റെ ചില ശക്തി ഉണ്ടല്ലോ, അതിനെയൊക്കെ മുരടിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നാൽ വേറൊരു ലെവലിലെത്തുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെ എല്ലാ വികാസവും അവിടെ നിർത്തിവെക്കേണ്ടതായിട്ട് വരും. ഏറ്റവും കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ വിപ്ലവ ശക്തികളൊക്കെ തളർന്നിരിക്കുക. അല്ല ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഈ BJPയുടെ കേരളത്തിലെ BJP എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു സ്ട്രാറ്റജി ഉണ്ടാവുമല്ലോ. ഒരു പാർട്ടി വളരുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും, ഒരു മുന്നോട്ട് പോക്കുണ്ടാവും. അതിനകത്തൊക്കെ നിങ്ങളെ പോലുള്ള സീനിയർ നേതാക്കന്മാർക്ക് അവിടെ വോയിസ് ഉണ്ടോ ഇപ്പോഴും? അത് പിന്നെ സാധാരണ പഴയ കാലത്ത് നടന്നതുപോലെയുള്ള ചർച്ചകൾ വേണ്ടത്ര ഇപ്പം നടക്കുന്നില്ല. എല്ലാം ഈ പിന്നെ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ട് നേരത്തെ നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങൾ സമയബന്ധമായിട്ട് ചർച്ചകൾ വരുന്നില്ല. പണ്ട് ഇപ്പം ഞാൻ 6 വർഷം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് ഉണ്ട് കേരളത്തിൽ. ഞങ്ങൾ 2-3 ദിവസം എടുക്കും സംസ്ഥാന കമ്മിറ്റി. ആദ്യം ഒരു ഭാരവാഹി യോഗം ഉണ്ടാവും, പിറ്റേ ദിവസം കമ്മിറ്റി, പിന്നെയും കമ്മിറ്റി, എല്ലാവരും ഒരുമിച്ചിരിക്കും. ഭക്ഷണങ്ങളൊക്കെ അവിടെ ഒരുമിച്ചുണ്ടാവും, താമസിക്കാനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരുമിച്ച് താമസിച്ചിട്ട് ഓരോ വിഷയം വരുന്ന സമയത്തും അതിനെക്കുറിച്ച് അവതരിപ്പിക്കാൻ ആളുകളുണ്ടാവും. അവിടെ ചർച്ച നടക്കും, മണിക്കൂറുകൾ നീണ്ടുന്ന ചർച്ച നടക്കും. ആ ചർച്ചകൾ വരുമ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയായിട്ടുള്ള ഒരു ഹൃദയബന്ധം അത് ശരിക്കുണ്ടാവും. ഇപ്പോഴും അത്തരം ചർച്ചകളുടെ സമയം കുറഞ്ഞു. ഇപ്പം ഡിജിറ്റൽ ഒരു നിലവാരത്തിലായതുകൊണ്ട് ചർച്ചകളുടെ ഒരു വേണ്ടത്ര ചർച്ച അതിൽ നടക്കുന്നില്ല എന്ന് പറയാൻ സമയം കുറഞ്ഞതാണോ? സീനിയർ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയാൻ അങ്ങനെ പറയണല്ലോ. ഞാനിപ്പോൾ ഒരു സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആളാണ്, അതെനിക്കറിയാം. കാരണം ജനസംഘം തുടങ്ങി ജനതാ പാർട്ടിയിലൂടെ വന്നു. ഭാരതീയ ജനതാ പാർട്ടി 80 ഏപ്രിൽ 6-ാം തീയതി ആയിരുന്നു. അന്ന് മുതൽ ഇതുവരെ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ കമ്പനിവൽക്കരണം നടക്കുന്ന ഒരു കാലമാണിത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇവിടെ വന്നിട്ട് കൊള്ളയടിച്ച് കൊണ്ടുപോയത്. അതൊരു കമ്പനിയായിരുന്നു. അപ്പോൾ ഈ കമ്പനിവൽക്കരണം ഉണ്ട്, മനസ്സിലായില്ലേ? അത് ആത്യന്തികമായിട്ട് അത് രാജ്യത്ത് ഇങ്ങനെയൊക്കെ നിങ്ങൾ വിമർശിക്കുന്നത് കൊണ്ടായിരിക്കുമോ ചില ഘടകങ്ങളിൽ നിന്ന് ഒരു
എന്നിട്ടാ പറയുക ഒരു അല്ല അതല്ല inclusive. അങ്ങനല്ല. ഇത് ഇപ്പൊ വിമർശനം വേണമല്ലോ. ഉം. വിമർശനം വേണം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിനെ നമ്മൾ ഭക്ഷണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് കഴുകുന്നില്ല. ഇപ്പം കഴുകാൻ വേണ്ടിയിട്ട് പുതിയ ഇതൊക്കെ വന്നില്ലേ, ഉണ്ട്. ലോഷനൊക്കെ വന്നില്ലേ, അപ്പോഴേ അത് വൃത്തിയാകും. അപ്പോൾ ആ വിമർശനം എന്ന് പറയുന്നത് ഇത് കഴുകി വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനം. അതില്ലെങ്കിൽ ഇത് കഴിച്ചത് അല്ല, പക്ഷെ ഇപ്പൊ അത് കേൾക്കാനുള്ള സഹിഷ്ണുതയുണ്ടോ നേതാക്കൾക്ക്? സഹിഷ്ണുതയൊക്കെ പഴയ കാലത്തെ രാഷ്ട്രീയമല്ല ഇപ്പോഴത്തേത്. പഴയ കാലത്തെ ഇതല്ല. അധികാരം എന്ന് പറയുന്നത്, ഞാനതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ളത്, അധികാരം ഒരു ലഹരിയാണ്. ഇപ്പം ചെറുപ്പക്കാർ MDMA അടിച്ചു, കഞ്ചാവ് അടിച്ചു, ഇതൊക്കെ അടിക്കുന്നില്ലേ, എന്നിട്ട് നമ്മളവരെ കുറ്റം പറയുന്നില്ലേ? പക്ഷെ അധികാരത്തെക്കാൾ വലിയ ലഹരി എന്താ ഉള്ളത്? അധികാരം ഒരു ആഘോഷമാക്കി മാറ്റിയില്ലേ? മഹാത്മാഗാന്ധിജി പറഞ്ഞത് അധികാരം ഒരു ഉത്തരവാദിത്തമായിരിക്കണമെന്നാണ്. അധികാരം എന്ന് പറയുന്നത് ഒരു പദവി, ആഘോഷിക്കേണ്ട പദവിയല്ല, അത് ചെയ്തു തീർക്കേണ്ട, സമൂഹത്തോട് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ് അധികാരം എന്ന സങ്കല്പമല്ലേ ഗാന്ധിജി വെച്ചിരുന്നത്. അതുപോയിട്ട് അധികാരം ഇന്നൊരു ആഘോഷമാണ്. നിങ്ങളിപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രംഗങ്ങളൊക്കെ നോക്കിക്കോളൂ. ഞാനിപ്പോൾ മത്സരിക്കാത്തതുകൊണ്ട് എനിക്ക് നല്ല സുഖമുണ്ട്, ഇപ്പം നല്ല മനസ്സിന് ചാത്രയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമാളി വേഷം കെട്ടി നടക്കുകയല്ലേ ഇങ്ങനെയാ കൈയാക്കുക. ഇപ്പം ഞാൻ സ്ഥാനാർത്ഥി അല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇങ്ങനെ പലതവണ ഇങ്ങനെ അതിനെ ആരെങ്കിലും ഒരാൾ പോകുന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ആക്കിയിട്ടുണ്ടാവും. ചിരിയും സെറ്റ് ചെയ്യണം. ഒരു ചിരി എപ്പോഴും വേണം. ചില സ്ഥാനാർത്ഥികൾ ചിരിച്ച് രാത്രി ഉറക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഉള്ള അനുഭവമുണ്ട്. ഞാൻ PK വാസുദേവൻ നായർ മരിച്ചപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ അവിടെ തിരുവനന്തപുരത്ത് പാർലമെന്റിൽ. എന്നെ കെട്ടി വലിച്ചു കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കി. അല്ല, അങ്ങനെയായിരുന്നല്ലോ കാര്യങ്ങളല്ലേ? പിടിച്ചു വലിക്കുകയാണ്. മത്സരിക്കാൻ ആളില്ല, കാരണം പൈസ ഇല്ല, വണ്ടിയില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ല, പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാൻ, വെള്ളം കൊടുക്കാൻ ആളില്ല. നമ്മൾ പൈസയും പിടിക്കേണ്ടി വരും, പിന്നെ വോട്ടും പിടിക്കേണ്ടി വരും. അങ്ങനെ തളരുന്ന കാലം. അപ്പോൾ ഞാൻ ഈ നെയ്യാറ്റിൻകരയിൽ നമ്മുടെ ട്രഷറായിരുന്ന പ്രൊഫസർ നാരായണൻ നായരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ടൗണിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി ഇങ്ങനെ എല്ലാ കടകളിലും കയറണം. അങ്ങനെ കടകളിൽ കയറി സ്റ്റാഫിനോട്, മുതലാളിയോട്, അവിടെ ചരക്കെടുക്കാൻ വന്ന ആളുകളൊക്കെ ഇങ്ങനെ കൈകൂപ്പി വോട്ട് ചോദിച്ചിട്ട് തളർന്നിരിക്കുകയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ 1-2 എണ്ണത്തിനുള്ളിൽ ചോദിച്ചു. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ ജൗളിക്കടയിൽ പ്രതിമ വെച്ചിട്ടുണ്ടാവും. പ്രതിമ, അതിന് സാരി പുതച്ചിട്ടുള്ള പെണ്ണുങ്ങളുണ്ടാവും. ഇതൊക്കെ അവരോട് പോയിട്ട് വോട്ട് ചോദിക്കാണ്. അപ്പോൾ എന്താ ഇത് തളർന്നിട്ട് ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മത്സരിച്ച് ഇന്നൊക്കെ സംഗതി പോയി. ഇന്ന് ചിരിച്ചിട്ടില്ലെങ്കിൽ തകരാറ്. അതിന് പകരം പണക്കൊഴുപ്പല്ലേ ശരിക്കും? പണത്തിന്റെ ഒരു പ്രഭാവം. പണം അത് ഈ BJPയുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എപ്പോഴും കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു പരാതി, അപാരമായ രീതിയിൽ ഫണ്ട് ഇറക്കുകയും പൈസ ഇറക്കി ഒരു പ്രത്യേക രീതിയിലുള്ള ക്യാമ്പയിനുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് അതിനെ ഫിലിപ്പിക്കുന്നത്? പണം ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല. പക്ഷെ ഞാൻ അതിനും ഒരു BJPയുടെ ഏകാത്മ മാനവ ദർശനം എന്നുള്ള നമ്മുടെ പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ എഴുതിയിട്ടുള്ള അദ്ദേഹമാണത്. അതായത് BJPയുടെ ബേസിക് പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് ഏകാത്മ മാനവ ദർശനം. അതിനെക്കുറിച്ചൊന്നും ഇപ്പോഴത്തെ ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഇൻറ്റിഗ്രൽ ഹ്യൂമനിസം. അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. സമ്പത്തിൻ്റെ അഭാവവും സമ്പത്തിൻ്റെ പ്രഭാവവും ഒരുപോലെ അപകടകരമാണെന്ന് അദ്ദേഹം അതിൽ പറയുന്നത്. സമ്പത്തില്ലാതെ ദാരിദ്ര്യം, അത് മോശം. സമ്പത്തിൻ്റെ ധാരാളിത്തം, പ്രഭാവം, അതും അപകടകരമാണ്. അപ്പോൾ സമ്പത്തിൻ്റെ അഭാവവും സമ്പത്തിൻ്റെ പ്രഭാവവും ഒരുപോലെ അപകടകരമാണ് എന്ന് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണം വേണം. പക്ഷെ പണത്തിൻ്റെ ധാരാളിത്തം വരുമ്പോഴത്തേനും അതിൻ്റെ ഒരു ലെവൽ മാറുകയാണ്. ശരി, അന്നത്തെ കാലത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് മത്സരിപ്പിച്ചതാണെങ്കിലേ ഇപ്പം എന്താ നിങ്ങൾ ആരും മത്സരിക്കാത്തത്? കുറേ പേരുണ്ടല്ലോ. അതായത് ഈ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരത്തിൻ്റെ ഒരു കാലത്താണ് ഇപ്പോൾ ഉള്ളത്. മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മത്സരം പാർട്ടിക്കകത്തുണ്ടാവും. കാരണം മത്സരിക്കുന്നത് ഒരു ലാഭകരമാണ്. മത്സരം ഒരു ലാഭകരമായിട്ടുള്ള ഒരു ഏർപ്പാടാണ്. മുൻപ് കന്യാകുമാരി, നമ്മുടെ നാഗർകോവിലിൻ്റെ അവിടെ MR ഗാന്ധി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു BJPൻ്റെ ആളുണ്ടായിരുന്നു. വളരെ സിമ്പിളായിട്ട് ഈ ഗാന്ധിൻ്റെ അത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് ഇതൊക്കെ ധരിച്ച് കച്ചവടം ഉണ്ടായിരുന്നു. പലചരക്ക് മറ്റേ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും കടം വരും. കടം വന്നിട്ട് ഇത് പൂട്ടും.
കടകൾ ഓരോന്നോരോന്നായിട്ട് അടച്ചു പൂട്ടിയിട്ട് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ലാസ്റ്റിൽ അദ്ദേഹം ജയിച്ചിട്ടുണ്ട് ആളുകൾ. അതാണ് അവിടെ. ചിലയിടത്ത് അങ്ങനെയല്ല. ചിലയിടത്ത് സ്ഥാനാർത്ഥികൾ മത്സരിച്ച് കഴിഞ്ഞാൽ അവർക്ക് ബാങ്ക് ബാലൻസ് കൂടും. അപ്പോൾ ഇതിനകത്ത് ഈ പഴയ ആളുകൾക്ക് ഞാൻ ഇന്നലെ ഞാൻ തൃത്താല മണ്ഡലത്തിൽ പഴയകാല പ്രവർത്തകന്മാരുടെ ഒരു സംഘമുണ്ട്. അവിടെ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനാണ് എന്നെ വിളിച്ചത്. എന്നോട് പറഞ്ഞു നിങ്ങൾ വരണം എന്തായാലും. ഇപ്പോൾ പണ്ടത്തെ ആളുകളൊക്കെ ഉണ്ട്, ജനസംഘകാലം മുതൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച രാമൻകുട്ടിയേട്ടൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവർക്ക് പഴയ ആൾ തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ നിന്ന് ഈ പുതിയ പ്രവർത്തകന്മാർ പറഞ്ഞു അവർ പഴയ ആളുകളാണ്. അവർ പുതിയതായിട്ട് യോജിക്കാനേ തയ്യാറല്ല. സ്റ്റേജിലിരിക്കണം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റേജിലേക്ക് വരാനേ പോകുന്നില്ല. അവർ അവിടെ എവിടെയെങ്കിലും മൂലൊക്കെ ഇരിക്കും, പണിയെടുക്കും. പ്രവർത്തിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവരിറങ്ങിയിട്ട് ആളുകളോട് വോട്ട് ചോദിക്കും, കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അവരോട് ഈ പുതിയ ഇവരുമായിട്ടൊന്നും അവരോട് യോജിക്കാൻ പറഞ്ഞാൽ അവരങ്ങ് യോജിക്കാറേ ഇല്ല. അവരതിന് ഇണങ്ങുന്നില്ല. അവർ സ്റ്റേജിൽ വന്നിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ സ്റ്റേജിലേക്ക് പോവുകയേ ചെയ്യില്ല, അവർ മാറി നിൽക്കും. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സ്റ്റേജിൽ ആദ്യം കയറിയിരിക്കും. സ്റ്റേജിൽ ഇതെന്താ സംഗതി എന്നറിയോ? കസേര രാഷ്ട്രീയം ഈ പിന്നെ എന്താണ് അതിന് പറയുക, ഒരു സ്റ്റേജ് ഒരു മാനസിക വൈകൃതമാണ്. സ്റ്റേജിൽ ഇരുന്നിട്ടില്ലെങ്കിൽ എന്തോ വലിയ പ്രശ്നമാണെന്നുള്ള രീതിയിൽ ഈ പിന്നെ ഒരു കോംപ്ലക്സ് ഉണ്ട്, സ്റ്റേജ് സിൻഡ്രോം. അതൊരു രോഗമാണ്. അതിപ്പം കാരണം അത് അവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ അതെന്തോ ഒരു മഹാപരാധമായിട്ട്, ഒരു വീഴ്ചയായിട്ട്, ഒരു പോരായ്മയായിട്ട് കാണുന്ന ഒരു മനോഭാവമുണ്ട്. ആരും വരാത്ത വേദിയിൽ ഒറ്റയ്ക്ക് കയറിയിരുന്ന ഇതിൻ്റെ ഞാനിത് പിന്നെ ജനതാ പാർട്ടിയിൽ ഞങ്ങൾ ജനസംഘത്തിൻ്റെ വിഭാഗത്തിൽ നിന്ന് വന്ന ആളുകൾക്ക് അതുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഇപ്പം ഈ കോഴിക്കോട് പാളയം റോഡിലൊക്കെ ഉള്ള നമ്മുടെ ഓഫീസിൽ തറയിൽ പുൽപ്പായ ധരിച്ച് ഇരുന്നിട്ട് കമ്മിറ്റി യോഗം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പരമേശ്വർജി, രാജഗോപാൽജി, മഹാരാജി, രാമപിള്ള സാർ, ഇവരൊക്കെ ഈ തലമുറ എല്ലാവരും ഇരിക്കുക വട്ടത്തിലിങ്ങനെ ഇരുന്നിട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞ് കസേരയുടെ വന്നില്ല. അപ്പോൾ നമ്മളന്ന് ജനസംഘം, സംഘടനാ കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടി ഇതൊക്കെ ഒരുമിച്ച് വന്ന സമയത്ത് ഞങ്ങൾക്ക് പിന്നെ ഈ സ്റ്റേജ് പിടിക്കാൻ അറിയില്ല, കസേര പിടിക്കാനും അറിയില്ല, പൊതുവേ അതിനോട് താല്പര്യമില്ല. പക്ഷേ അവിടെ മത്സരം നടക്കുകയാണ്. ഞാൻ മാനന്തവാടിയിൽ ഒരച്ഛൻ BJP ചേർന്നത്, BJP ജനതാ പാർട്ടി ഗവൺമെൻറ് ഉണ്ടല്ലോ അവിടെ, മൊറാർജിഭായിയുടെ, അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ എനിക്കും ഒരു കസേര ഉണ്ട്. ഞാൻ ജനസംഘത്തിൻ്റെ നിറയെ ആളുകളാണ്, കുറേ ആളുകൾ പുറത്തിങ്ങനെ ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് മൂത്രമൊഴിക്കാൻ മൂട്ടിയിട്ട് നിർത്തിയില്ല. എനിക്ക് മനസ്സിലായി ഞാൻ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് കസേര ഉണ്ടാവില്ല. അത് ഇത് സത്യസന്ധമായിട്ടുണ്ടായ അനുഭവമാണ്. അവിടെ ഇങ്ങനെ മൂർക്കി പിടിച്ചങ്ങനെ ഇരുന്നു. കാരണം ട്രെൻഡ് മാറിപ്പോയപ്പോഴത്തേന് മൊറാർജിഭായിയുടെ അധികാരം, ജനതാ പാർട്ടി അധികാരം കേന്ദ്രത്തിൽ ആ പാർട്ടീൻ്റെ ഒരു പരിപാടി, ആളുകൾക്കെല്ലാം ഓരോ പോസ്റ്റ്, അതിൻ്റെ മേലെയാണ് ശ്രദ്ധ മുഴുവനും. അപ്പോൾ ഈ സ്റ്റേജിലിരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക പരിഗണന കിട്ടും, ആളുകൾ കാണുമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പം ഭയങ്കര തള്ളലാണ്. അതൊക്കെ മാറി. ഇനിയിപ്പോൾ പഴയ കാലങ്ങളുടെ ഒരു മധുര സ്മരണകളുമായി ഇങ്ങനെ കഴിഞ്ഞുകൂടാ. ഇപ്പം കസേരയും ഇല്ല, ട്രെൻഡും മാറിപ്പോയി എന്നാണോ ഉദ്ദേശിച്ചത്? അല്ലെ, എനിക്കിതിനെ കുറിച്ച് യാതൊരു താല്പര്യമില്ല. കാരണം ഞാൻ വേറൊരു ഫിലോസഫിയാണ്, എനിക്ക് ഫിലോസഫിയുണ്ട്. പക്ഷേ ഇത് അധികാര രാഷ്ട്രീയത്തിന്റെ കാര്യം നോക്കുമ്പോൾ ചിലപ്പം അത്തരം പോളിസി, ഇത്തരം ഫിലോസഫികളും അതൊന്നും ചിലപ്പം മുന്നോട്ട് പോയി വരില്ല. അതുകൊണ്ടായിരിക്കില്ല ചിലപ്പം ഇങ്ങനത്തെ ഒരു ട്രെൻഡ് മാറി വേറൊരു സംഗതി സെറ്റ് ചെയ്യും. അത് എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, രമണ മഹർഷി തിരുവണ്ണാമലയിൽ ഉണ്ടായിരുന്ന കാലം. അപ്പം ഗാന്ധിജി അതുവരെ വന്നിട്ട്, രമണ മഹർഷിയാണെങ്കിൽ അവധൂതനായിട്ട് ഹയർ ലെവലിൽ എത്തിയിട്ടുള്ള ഒരാൾ. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം പിന്നെ വളരെ ഹയർ ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ശാരീരിക ബോധത്തിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് എത്തിയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ രമണ മഹർഷി. ഗാന്ധിജി ആണെങ്കിൽ മിക്കവാറും എല്ലാ മഹർഷിമാരായിട്ട്, ആചാര്യന്മാരായിട്ട്, അവധൂതന്മാരുമായിട്ട് പിന്നെ എല്ലാം ഗാന്ധിജി എവിടെയൊക്കെ ഈ ഇതിനു വേണ്ടിയിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നിടത്തൊക്കെ അദ്ദേഹം ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് അദ്ദേഹം സമ്പർക്കം പിന്നെ പ്രവർത്തിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഈ സ്വാതന്ത്ര്യ സമര ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ആത്മീയ നേതാക്കന്മാരുമായിട്ടും അവരുടേതായിട്ടും നന്നായിട്ട് ഇടപെട്ടിരുന്നു. പക്ഷേ അദ്ദേഹം അന്ധവിശ്വാസി ആയിരുന്നില്ല കേട്ടോ. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഗാന്ധിജിയെ രമണ മഹർഷി അവിടുത്തെ കൊണ്ടുപോയില്ല, കോൺഗ്രസ്സുകാർ അതിൻ്റെ അടുത്ത് വരെ പോയിട്ടുണ്ട്. സാധാരണ നിലയ്ക്ക് കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ അതിന് പറയുന്ന ഒരു കാര്യം, ഗാന്ധിജിയെ ഈ രമണാശ്രമത്തിൽ കൊണ്ടുപോയി രമണ മഹർഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ പിന്നെ ഗാന്ധിജി തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരില്ല.
അദ്ദേഹം അവിടെ തന്നെ സെറ്റിൽ സെറ്റിലാവാനുള്ള സാധ്യതയുണ്ട്. ഗാന്ധിജിയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. അതുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ രമണാശ്രമത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയാൽ ഗാന്ധിജിയെ നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തെ അങ്ങോട്ട് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ആ സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം തുടർന്ന് ഗാന്ധിജി ഇങ്ങനെ പോയത് എന്ന് പറയുന്നത് പോലുള്ള. അതാണ് നിങ്ങൾ ആ ചോദിച്ചതിൻ്റെ ഒരു പ്രസക്തി. അത് കറക്റ്റാണ്. കാരണം പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ അത് പിന്നെ വിജയിക്കണമെന്നില്ല. പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെ സ്ഥാനമാനങ്ങളും അതിൻ്റെ ലഹരിയും. പക്ഷേ അത് ഞാൻ ചോദിക്കട്ടെ, ഒരു വിഭാഗീയത ഉണ്ടാക്കിയിട്ടോ ഒരു സമൂഹത്തിൽ വെറുപ്പുണ്ടാക്കിയിട്ടോ ഒക്കെ ആണോ അതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്കും കൂടെ? അത് പാടില്ല. അത് വളരെ പ്രസക്തമാണ്. അത് ആ കാര്യങ്ങൾ വിഭാഗീയത അതൊക്കെ താൽക്കാലിക ലാഭം ഉണ്ടാകും. അവസാനം അതിൻ്റെ ദുരന്തം ഇത് പിന്നെ ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് ആദ്യം അതിൽ വെന്തിരിഞ്ഞ് ചാമ്പലാവുക. അതവർ മനസ്സിലാക്കുന്നില്ല. അവർ വിചാരം ഇതൊക്കെ ആളിക്കത്തിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്ത് നിൽക്കാൻ സാധിക്കില്ല. ആളിക്കത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൻ്റെ ദുരന്തത്തിൽ അവർ കത്തിച്ചവർ തന്നെയായിരിക്കും വെന്ത് ചാരമായി തീരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ മൈന്യൂട്ടായിട്ട് ചിന്തിക്കുമ്പോൾ പലരും പറയുകയും നമ്മൾ അറിയുകയും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ അതായത് വലിയ വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിൻ്റെ ഇടയ്ക്ക് വലിയ രീതിയിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാക്കുക, ഇല്ലെങ്കിൽ അവരെ കൂട്ടുചേർക്കാനാണ് BJPയുടെ ഇപ്പോഴത്തെ നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അത് ഒരു ഈഴവ മുസ്ലിം വിരോധം അതിൻ്റെ ഇടയ്ക്ക് ഇഞ്ചക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ടുകൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. എങ്ങനെയാണ് CPI അതിനെ കാണുന്നത്? അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടോ, ഇല്ലെങ്കിൽ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അത് പിന്നെ ഈ വാസ്തവത്തിൽ ഈ കേരളത്തിൽ ഈ ജാതി തിരിച്ചിട്ടുള്ള ഒരു ചിന്ത അത് ഈ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ നിന്ന് നമുക്ക് വന്നതാണ്. സത്യത്തിൽ ഈ കേരളത്തിൽ ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അയാളുടെ ജാതി എന്താണ്, എൻ്റെ ജാതി, ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പലരുടെയും അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ ഒരുമിച്ച് പോകണം. പക്ഷേ സമീപകാലമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വന്ന സമയത്ത് സ്ഥാനാർത്ഥികളുടെ ജാതി കോളം ഉണ്ടാക്കിയിട്ട് അത് വടക്കേ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സമ്പ്രദായം. അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു രീതിയാണ്. ഈഴവ സമുദായത്തിൻ്റെ ഇടയിൽ ഇപ്പം സംഘടന ഉണ്ട്. പക്ഷേ സംഘടനാ നേതാക്കന്മാർ പറയുന്നതൊന്നും മണികൾ അനുസരിക്കില്ല. കാരണം കേരളത്തിലെ ഈഴവ സമൂഹത്തിൻ്റെ ഇടയിലും സാധാരണ മനുഷ്യരുടെ ഇടയിലും രാഷ്ട്രീയ ബോധമുണ്ട്. അതുകൊണ്ട് അവിടെ നിന്ന് കൽപ്പിച്ചാൽ അത് 100% അനുസരിച്ചിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ പിന്നെ വോട്ട് കുത്തുന്നവരെ അല്ല ഈഴവ സമുദായത്തിലാണ്. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറയുമ്പോഴേ ഞാൻ വളരെ അടുത്ത് ഇടപഴകി, എനിക്ക് നല്ല ബന്ധമുണ്ട് ആളുകളായിട്ടും സമുദായങ്ങളായിട്ടും എല്ലാം നല്ല ബന്ധം. എനിക്ക് കേരളത്തിൻ്റെ പുറത്തത്ര അറിഞ്ഞൂടാ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നല്ലവണ്ണം കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സമൂഹമാണ്. അത് ചെറിയ ജോലിയാണെങ്കിൽ ശരിയും വലിയ ജോലിയാണെങ്കിൽ ശരി ചെയ്യുന്ന പ്രവൃത്തി അവർ 100% പിന്നെ സമർപ്പിച്ചിട്ട് ചെയ്യും. ഡെഡിക്കേഷനുണ്ട് എല്ലാ ജോലിയും. അത് ഈ തെരുവിൽ കച്ചവടം ചെയ്യുന്ന ഒരാളായാലും ശരി, പിന്നെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയുള്ള വൻകിട മുതലാളി, ആ അധ്വാനിക്കുക എന്നുള്ളത് അവർക്ക് അധ്വാനിച്ചൊരു വരുമാനം ഉണ്ടാക്കും. ആ വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ നല്ലവണ്ണം അത് പിന്നെ ജീവിക്കും. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇത് മറ്റുള്ളവരെ സഹായിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ ആളുകളെ നല്ല ഞാൻ ഉദ്ദേശിക്കുന്നു. ഏതാളുകളാണെങ്കിലും അവർക്കൊരാവശ്യം വന്നു, അവർക്കൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവരെ കൈയഴിച്ചിട്ട് സഹായിക്കുന്ന ഒരു ഉദാരമായിട്ടുള്ള ഒരു മനസ്സ് മുസ്ലിം സമുദായത്തിൽ പൊതുവേ ഉണ്ട്. പിന്നെ വിശ്വാസം ഉണ്ട്, വിശ്വസിക്കട്ടെ, എന്താ ഇപ്പം തെറ്റ്. അതുകൊണ്ടാണ് ആ സമുദായം അഭിവൃദ്ധിപ്പെടുകയാണ്. ആരെല്ലാം എന്തെല്ലാം എങ്ങനെയെല്ലാം ദുഷ്പ്രചരണം നടത്തി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതൊന്നും ആ സമുദായത്തിന് ഏശില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സമുദായം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടേയിരിക്കും, ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അവരെയും മറ്റുള്ളവരെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ട്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി തമ്മിലടുപ്പിക്കുന്നത് മൊത്തത്തിൽ സമൂഹത്തിന് നല്ലതല്ല. അത് വരുത്തുക ആ വിദ്വേഷത്തിൻ്റെ ഒരു വഴി നമ്മുടെ തന്നെ പൊതുവായ ഒരു നാശത്തിനാണ് അത് വഴിവെക്കുക എന്നുള്ളതാണ് എൻ്റെ വളരെ വ്യക്തമായ. പക്ഷെ അത് ചില ആളുകൾ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ചില സമയത്ത് ചെയ്യുന്നുണ്ട്. അത് ചില ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വ്യർത്ഥതാബോധം കൊണ്ടോ നഷ്ടബോധം കൊണ്ടോ അങ്ങനെയൊക്കെ അവർ വളരെ വൃത്തികെട്ട രീതിയിൽ അത്തരം ചില പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൻ്റെ മനസ്സിൽ ഈ വിദ്വേഷത്തിൻ്റെ വിഷം കലർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ വിദ്വേഷം അത് നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെയൊക്കെ വാസ്തവത്തിൽ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അവരെ
ഒതുക്കണവരെ, അവരെ ഒറ്റപ്പെടുത്തണവരെ. അതാണ് കേരള സമൂഹത്തിന് ഇന്ന് ആവശ്യം. ഞാൻ ചോദിക്കട്ടെ CKP, ഒറ്റ ചോദ്യം, അവസാന ചോദ്യം. ഈ ദേശീയ രാഷ്ട്രീയം നോക്കുകയാണെങ്കിൽ വാജ്പേയിയും അദ്വാനിയും ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഒരു പുതിയ തലമുറ രാഷ്ട്രീയക്കാർ വരുന്ന സമയത്ത് വലിയ തോതിൽ ഒതുക്കുന്നത്, ഇല്ലെങ്കിൽ അവർക്ക് പ്രാമുഖ്യം ഇല്ലാതാക്കി കൊടുക്കുന്നത്, അവർക്ക് വോയിസ് ഇല്ലാതാക്കി മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. കേരളത്തിലും ഏതാണ്ട് അതുപോലെയാണ് നടക്കുന്നത്. അതങ്ങനെയല്ല, അങ്ങനെ ഒതുക്കുക എന്നല്ല. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഒരു അനുസൃതമായിട്ട് ഓരോ സംഭവം വരികയാണ്. ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം വ്യത്യാസം. ബോംബെയിലെ ഒരു മഹാസമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി വാജ്പേയി ആണെന്ന് ആരാ പറയുന്നത്? അഡ്വാനിജിയാണ് പറയുന്നത്. ആ സംസ്കാരത്തിൻ്റെ ഒരു മഹത്വം നോക്കണം. ഞാനാണ് പ്രധാനമന്ത്രി എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ എന്നല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നു ഇത് വരുമ്പോൾ അടൽ ബിഹാരി വാജ്പേയിയാണ് നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന്. പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കാൻ എല്ലാ അർത്ഥത്തിനും യോഗ്യതയുള്ള ലാൽകൃഷ്ണ അഡ്വാനി പറയുകയാണ്. അതാണ് ആ ബന്ധങ്ങൾ അങ്ങനെയായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് പ്രമോദ് മഹാജൻ ഉണ്ടായിരുന്നു, വളരെ ഗംഭീരമായിട്ട്. പ്രമോദ് മഹാജനായിരുന്നു ആ സമ്മേളനത്തിൻ്റെ പ്രധാന ശില്പി. അത് കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് BJPക്ക് നല്ല സീറ്റ് കിട്ടി. 13 ദിവസം വാജ്പേയി പ്രധാനമന്ത്രിയായിട്ടിരുന്നത്. അതിന് പിന്നത്തെ ഇത് വന്നപ്പോൾ 13 മാസം വന്നത്. ആ ഒരു കാലം അതുണ്ട്. ഞാനത് അത്രേ പറയുന്നുള്ളൂ. രാമനും ലക്ഷ്മണനും പോലെയായിരുന്നു നമ്മുടെ അവർ കസേര പിടിക്കാനല്ല, കസേര കൊടുക്കാനാണ് ശ്രമിച്ചത്. കസേര എനിക്കാണ് അവകാശപ്പെട്ടത്. കസേര പിടിച്ചിട്ട് വാങ്ങുന്ന സമ്പ്രദായമല്ല അന്ന്. കസേര കയ്യിൽ കിട്ടും, അവകാശപ്പെട്ട കസേര തിരിച്ചങ്ങോട്ട്, അധികാരത്തിൻ്റെ കസേര അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സംസ്കാരവും ഒരു സമീപനവുമായിരുന്നു ആ കാലഘട്ടം. അതാണ് എന്നെപ്പോലെയുള്ള ആളുകൾക്കുള്ള ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത്. അവരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കാൻ ആ കാലഘട്ടത്തിൽ വാജ്പേയി 5 കൊല്ലം പ്രധാനമന്ത്രിയായ ആ കാലം മുഴുവനും കേരളത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളതിൽ 97 മുതൽ 2003 വരെ ഞാനിവിടെ ഉണ്ടായി. അതുവരെ BJP ഇങ്ങനെ അവിടെയും ജനസംഘത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വന്നേ ഉള്ളൂ. അതിനെ ഒരു സാർവത്രികമായിട്ടൊരു ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് വാജ്പേയിജി, അഡ്വാനിജിയുടെ അവിടുത്തെ നേതൃത്വം, ഡോക്ടർ മുരളി മനോഹർ ജോഷി അവരുടെ നേതൃത്വം, ഇവിടെ ഞങ്ങൾ രാജഗോപാൽജി, രാമപിള്ള സാറ്, മാരാർജി, ഞങ്ങളൊക്കെ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു അത് കഴിഞ്ഞു. ഇപ്പോൾ ആ കഴിഞ്ഞ കാലത്തെക്കുറിച്ചിട്ടുള്ള നല്ല ഓർമ്മകൾ, മധുരസ്മരണ, മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ എന്ന് പാടി നടക്കാം നന്നായിട്ട്. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. വളരെ സന്തോഷം നേരം ചെലവഴിച്ചു.